ഇന്നിപ്പോൾ രണ്ടിലൊന്നും അറിയുമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് കേട്ടോ മഴ പെയ്യുന്നത്. ഭയങ്കരമായിട്ടുള്ള മഴയാണ്, പോരാത്തതിന് കാറ്റും ഉണ്ട്. ഇന്നത്തെ പരിപാടി എന്താ ചോദിച്ചാൽ നല്ല ഉഷാറായിട്ട് ഒരു കൂട്ടാൻ വെക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഈ മഴക്കാലത്ത് ഇതൊക്കെ തന്നെ നമുക്ക് ഉണ്ടാകുള്ളൂ അല്ലേ. കൂടുതലായിട്ട് അലങ്കരിക്കാനോ അലങ്കോലമാക്കാനൊന്നും നമ്മളെ കയ്യിൽ ഉണ്ടാവില്ല. അപ്പോൾ ഇല്ലേ കൊണ്ട് ഇതാകണം ഓണം പോലെ ഒരു കൂട്ടാൻ വെച്ചേക്കണം കേട്ടോ. അത് നല്ല ഉഷാറായിട്ടൊരു പടുകൂട്ടാൻ തന്നെ വെച്ചേക്കണ്. പടുകൂട്ടാനക്ക് മമ്പയറോ എന്ന് വിചാരിക്കുന്നവരുണ്ടാവും കേട്ടോ. അപ്പോൾ സാധനം ഇല്ലെങ്കിൽ ഇതാ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാം. കുക്കറിൽ മമ്പയർ വെച്ചിട്ട് 2 കൂക്കലാണ് കൂക്കിച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് തുറന്നിട്ട് നമ്മളെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു കറുത്ത എടുത്തതിന് കറുത്ത പപ്പായ ഒക്കെ അങ്ങനെ പറയാം, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വാഴക്ക ഉണ്ടായിരുന്നു, വളഞ്ഞ് പൊളഞ്ഞൊരു വാഴക്ക ഉണ്ടായിരുന്നു, അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ രാവിലെ നമുക്ക് ചായക്കടി എന്ന് പറയുകയാണെങ്കിൽ പൂള പുഴുങ്ങിയതും ചമ്മന്തിയും കട്ടൻ ചായയായിരുന്നു കേട്ടോ. അതിൻ്റെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഉഷാറായിട്ടൊന്ന് വേവിച്ചെടുക്കട്ടെ എന്ന് വിചാരിച്ച്. അപ്പോൾ ഇതന്നെയാണ് കേട്ടോ പടുകൂട്ടാൻ. അപ്പോൾ കുറേ സാധനങ്ങൾ ഇട്ടിട്ട് തന്നെയാണ് നമ്മളെ പടുകൂട്ടാൻ. ഇന്ന് ഏതായാലും ഇങ്ങനെയാണ് പോട്ടെ. കുറച്ച് ഉപ്പും അതേപോലെ തന്നെ ഇത്തിരി മുളകും ഇട്ട് കൊടുക്കണം കേട്ടോ. നല്ല കാന്താരി ആണെങ്കിൽ ഉഷാറായിരുന്നു. ഏതായാലും കാന്താരി കയ്യിലില്ലാത്തതുകൊണ്ട് തന്നെ പറിക്കാൻ പോകാനുള്ള ടൈമും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇതിങ്ങനെയാണ് വെച്ചിട്ട് എടുക്കേണ്ടി ഞാൻ. സംഭവം കൂടുതലായിട്ട് കൂക്കിച്ച് വേവിച്ചെടുക്കാനൊന്നുമില്ല, ഒറ്റ വിസിലാണ്ട് വീശിയാണ് നമ്മളെ കറുത്തയും വായ്ക്കും നന്നായിട്ടാണ് വെന്ത് വരും കേട്ടോ. വെന്താൽ പിന്നെ ഒട്ടും സമയം കളയേണ്ടതാകണം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാണ്ട് പിന്നെ നമ്മൾ ചെറിയ ഉള്ളിയും അതേപോലെ തന്നെ വെളുത്തുള്ളി ഇട്ടിട്ടൊന്ന് വറവിട്ട് കൊടുക്കുക. ഇതന്നെയാണ് കേട്ടോ നാടനൊരു കൂട്ടാനാണ്. ഇനി കഞ്ഞിയോ ചോറോ എന്തായിട്ട് പള്ള നിറച്ചാണ് തിന്നാം. കാറ്റും മഴയും പിന്നെയും വരുന്നുണ്ട്.